എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീട്ടിലെ സീലിംഗ് ഫാൻ റിപ്പയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സീലിംഗ് ഫാനിന് രണ്ട് തരത്തിലുള്ള കംപ്ലയിൻറ്റ് വരും. ഏറ്റവും ആദ്യം ആയിട്ട് കംപ്ലയിൻറ്റ് വരിക, നമ്മൾ സ്പീഡ് കൂട്ടിയാലും സ്പീഡ് ചേഞ്ച് ആവില്ല, ഒരേ സ്പീഡിൽ തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ ഈ കാണുന്ന ഈ സംഭവം കംപ്ലയിൻ്റ് ആയിട്ടുള്ളതാണ്, അതായത് ഇതിൻ്റെ കപ്പാസിറ്ററാണിത്. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്റർ മാത്രം അഴിച്ചെടുത്തിട്ട് അത് അതേ സ്ഥലത്ത് തന്നെ രണ്ടാമത്തെ റീകണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രശ്നം തീരും. പക്ഷേ അതല്ലാതെ ചില ഫാനുകൾ ഇത് മാറിയാലും നമുക്ക് കംപ്ലയിൻറ്റ് മാറില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെയറിങ് പോയിട്ടുള്ളതാവും. അപ്പോൾ ഈ ഫാനിൻ്റെ ബെയറിങ് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനുകളിൽ നമുക്ക് പ്രശ്നങ്ങൾ, കണക്ഷൻ തെറ്റി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം കണക്ഷൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് റീകണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കണക്ഷൻ തെറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതെല്ലാം നമ്മൾ അഴിച്ച് പീസാക്കി മാറ്റണം ഇനി. അപ്പോൾ ഈ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അഴിച്ചെല്ലാം നമ്മൾ പീസാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ കണക്ഷനെല്ലാം അഴിച്ച് മാറ്റി. ഇനി നമുക്ക് ഇതിനെ രണ്ട് പീസാക്കി മാറ്റണം. അപ്പോൾ ഇത് നോക്കുക, ഇതിനെ രണ്ട് പീസാക്കി മാറ്റാം. ചിലത് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കിയാലൊക്കെ ചിലപ്പോൾ ഊരിപ്പോരും. അപ്പോൾ ഊരി പോരാത്ത സംഭവമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു ചുറ്റിയെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇത് തട്ടി ഉരുണ്ടി വരും. കണ്ടോ, ഇതുപോലെ പതുക്കെ ഒന്ന് തട്ടി നമുക്ക് ഊരിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ട് പീസ് നമുക്ക് ഊരി കിട്ടി. ഇനി നമുക്ക് ഈ ബാക്ക് പീസിൽ നിന്ന് ഇതിൻ്റെ ഈ സംഭവം സ്റ്റേറ്റർ എന്ന് പറയും, ഈ സ്റ്റേറ്റർ നമുക്ക് വേർപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് പീസിൻ്റെയാണ് മെയിനായിട്ടുള്ള ബെയറിങ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇവിടുന്ന് ഇത് ഊരിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നോക്കുക, നമ്മൾ നേരത്തെ ചെയ്ത അതേ പണി തന്നെ ഒന്നുകൂടിയും ആ ചുറ്റി വെച്ച് ചെറുതായിട്ട് ഒന്ന് തട്ടി ഇത് അഴിച്ചെടുക്കുക. അപ്പോൾ ഈ വയറ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് എടുത്തെടുക്കണം, അല്ലെങ്കിൽ വയറ് കട്ടായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇത് എല്ലാ പീസും നമ്മൾ വേറെ ആക്കി. ഇനി ഇതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് പീസിലത്തെ ബെയറിങ്ങിൻ്റെ നമ്പറാണ് 6202. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിലത്തെ ബെയറിങ്ങിൻ്റെ നമ്പറാണ് 6201. അപ്പോൾ രണ്ട് നമ്പറിലുള്ള ബെയറിങ്ങാണ് എല്ലാ ഫാനിലും ഇതുപോലെ തന്നെ വരിക, സീലിംഗ് ഫാനിൽ. അപ്പോൾ ഇത് ഊരിയെടുക്കാൻ കണ്ടു, ഇത് ബെയറിംഗ് പുള്ളറാണ്. ഇൻസൈഡ് ബെയറിംഗ് പുള്ളർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ടൂളാണിത്. ഇതിന് 200 രൂപ തൊട്ട് 300 രൂപ വരെയാണ് വില. അപ്പോൾ ഇത് ഓൺലൈനിൽ പർച്ചേസിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് ബെയറിങ്ങും നമുക്ക് ഊരിയെടുക്കാം. ഇത് 2-in-1 ആണ് ഈ ടൂള്. ഇത് സിംഗിൾ ടൂളായിട്ടും കിട്ടും, രണ്ട് ബെയറിങ്ങിൻ്റെ നമ്പർ പറഞ്ഞാൽ രണ്ടിനും വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു 200 രൂപ വരും. ഇത് 2-in-1 ആണ്. ഇതിൻ്റെ ഒരെൻഡ് 6201 ഒരെൻഡ് 6202 ആണ്. അപ്പോൾ ഇത് കണ്ടു, ഇതുപോലെ ഇത് രണ്ടും കയറ്റി അതിലേക്ക് ഈ ക്യാപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഈ ഒരു പീസ് നമ്മൾ കയറ്റണം. ഇത് കയറ്റി കഴിയുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ ബോൾട്ടിൻ്റെ യഥാർത്ഥ സൈസിലേക്ക് ആവുള്ളൂ. അപ്പോഴാണ് ഇത് കണ്ടു, ഇപ്പോൾ അതിൽ പിടുത്തം വന്നത് കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഇത് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ ഇതിന് ഈ ഒരു ചെറിയൊരു ലോക്ക് കമ്പി തന്നിട്ടുണ്ട്. ഈ ലോക്ക് കമ്പി ഇതുപോലെ കയറ്റിയിട്ട് നമ്മൾ അത് വെച്ച് തിരിച്ചിട്ടാണ് ഇത് ഊരിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അത്. അപ്പോൾ ആ ഹോളിലേക്ക് കറക്റ്റായിട്ട് അത് കയറ്റിയാൽ മതി.
കണ്ടില്ലേ, ഇതുപോലെ ആ ഹോളിലേക്ക് കറക്റ്റായിട്ട് ഇത് കയറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് കൊടുത്തിട്ടുള്ള ഈ നട്ട് നമ്മളിതുപോലെ ടൈറ്റ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുപോകണം. ആ സ്റ്റീലിൻ്റെ ക്യാപ്പിലേക്ക് ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. കണ്ടില്ലേ, ഇത് ഇപ്പോൾ ടൈറ്റ് ചെയ്തു. ഇപ്പോൾ ടൈറ്റ് ചെയ്തതിന് ശേഷം നോക്കുക, ഇനി നമ്മൾ ഇത് ആ നട്ടുമ്മ കണ്ടില്ലേ ഒരു വാല് പോലെ നിൽക്കുന്ന ലോക്ക്, അതിൽ നമ്മൾ പിടിച്ച് ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ തിരിക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് ബെയറിങ് ആ ക്യാപ്പിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ബെയറിങ് നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലോക്ക് ഇട്ടിട്ടുള്ള കമ്പി ഏറ്റവും ആദ്യം ഒന്ന് ഊരിക്കളയണം. ചെറുതായിട്ട് ഇതൊന്ന് ലൂസാക്കുക നട്ട്. അതിന് ശേഷം ഈ ലോക്കിൻ്റെ കമ്പി ഊരുക, ഉള്ളിലത്തെ ഈ ഒയ്സും പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇതാണ് ബെയറിങ്. 6201 ആണ് ഈ ബെയറിങ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ബാക്കിലത്തെ ബെയറിങ്ങും 6202 ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇത് അഴിച്ചെടുക്കുക. അപ്പോൾ ഈ സ്റ്റീൽ ക്യാപ്പ് ആദ്യം വെച്ചതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് ഈ നട്ട് താഴ്ത്തണം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ ഒരു പീസിനകത്തേക്ക് കറക്റ്റായിട്ട് കടത്തി ആ ഹോളിൽ കൂടെ ആ ലോക്ക് കീ ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇത് നട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇത് ഊരിപ്പോരും. കണ്ടുവോ, ഇതും ഊരിപ്പോകുന്നു. അപ്പോൾ 2 ബെയറിങ്ങും നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ 2 ബെയറിങ്ങും നമ്മൾ റീപ്ലേസ് ചെയ്യണം. സാധാരണ നമുക്ക് ഈ ഫാനിൻ്റെ ബെയറിങ് 45 രൂപ തൊട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ 45 രൂപയുടെ ബെയറിങ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു വർഷം 1.5 വർഷമൊക്കെ ഓടുള്ളൂ. അപ്പോൾ നമ്മൾ SKF എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ ബെയറിങ്ങുകൾ കിട്ടും. വില കൂടുതലാണ്, 130 രൂപയൊക്കെ ഇതിന് വിലയുണ്ട്. പക്ഷേ ഇത് നല്ലോണം ലൈഫ് കിട്ടുന്ന ബെയറിങ്ങുകളാണ്. 2 വീലറിലും ബൈക്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബെയറിങ്ങാണ്. നല്ല ലൈഫ് കിട്ടുന്ന ബെയറിങ്ങാണ്. ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു ബെയറിങ്ങാണ്. അപ്പോൾ ലൈഫിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ബാക്ക് പീസാണ്. ഇതിൽ 6202 എന്ന് പറയുന്ന ബെയറിങ്ങാണ് ഞാൻ ആദ്യം ഇതിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ഇതിൽ വെച്ചതിന് ശേഷം ഞാൻ ചെയ്യണത് നോക്കുക, ജസ്റ്റ് ഉണ്ടല്ലേ ഈ ചുറ്റികയുടെ കടഭാഗം വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ വട്ടത്തിൽ ഒന്ന് തട്ടി കൊടുത്താൽ മതി. കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. കാരണം ഇത് അലുമിനിയം കേസാണ്. നമ്മളിതുമ്മ അധികം ബലം കൊടുക്കാൻ പാടില്ല, അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലുകൊണ്ട് ഇതുപോലെ ചെയ്യുകയാണ് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ഈ പീസിൽ നമ്മൾ ചെയ്ത ഇതേപോലെ തന്നെ ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ 6201 ഇതേപോലെ തന്നെ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ബെയറിങ്ങും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കുക, ജസ്റ്റ് ഇതൊന്ന് കറക്റ്റ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് കണ്ടോ, ഇനി നമുക്കിത് ഫിറ്റിങ് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ അഴിച്ചെടുത്ത അതേപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ ബാക്ക് പീസും ഇതേപോലെ ഇതിൽ കറക്റ്റായിട്ട് വെച്ച് ഇത് പാക്ക് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ നന്നായി അമർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത ഊരിയെടുത്ത ആ 3 സ്ക്രൂകളും ഇതിൽ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബെയറിംഗ് ഫിക്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാ കണക്ഷനും രണ്ടാമത് നമ്മൾ കൊടുക്കുക. ആദ്യം കൊടുത്തിരുന്ന അതേപോലെ തന്നെ ഓൾറെഡി നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ടാമത് റീകണക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാ കണക്ഷനുകളും ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ബെയറിംഗ് മാത്രമേ മാറ്റേണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബെയറിംഗ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ കാണാം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പണികളൊക്കെ പരമാവധി നമുക്ക് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്ന വീഡിയോകൾ. അപ്പോൾ എല്ലാവരും അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാ കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ചെക്ക് ചെയ്യാനാണ് പോണത്. അപ്പോൾ അതിന് മുമ്പ് ഏറ്റവും ആദ്യം കണ്ടില്ല ഞാൻ ഇതുപോലൊരു വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയറ് എടുത്തിട്ട് അതിൽ നമ്മൾ തൂക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് ചെക്ക് ചെയ്യാൻ. ജസ്റ്റ് ഇത് വർക്കിംഗ് ആണോ എന്ന് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, കറക്റ്റ് വർക്കിംഗ് ആണ്. ഇത്രയും നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഈ ബെയറിങ് നല്ല ലൈഫിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന ആൾക്കാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നമുക്ക് തന്നെ മാറ്റാവുന്ന കേസുകളുള്ളൂ ഫാനിൻ്റെ ബെയറിങ്ങുകളൊക്കെ. അപ്പോൾ നല്ല ലൈഫുള്ള ബെയറിങ് ഇട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ടൂള് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ലോക്കൽ കടകളിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.